ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. ഉച്ച വരെയുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഞാൻ പാലെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ പാൽ എടുക്കാൻ രാവിലത്തെ ഒരു ചെറിയൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പാലൊക്കെ എടുത്തു. രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അതിന് ഇഡ്ഡലിയാണ് കേട്ടോ രാവിലത്തേക്ക് ഉണ്ടാക്കിയത്. ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പോകാമെന്നാണ്. അതായത് വൈകുന്നേരത്തല്ല, അതിന് മുമ്പായിട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് ഇനി വീട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോഴേക്കും നമുക്കൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. അത് കാരണം രാവിലെ തന്നെ ചോറും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ മക്കൾക്ക് ചോറൊക്കെ കൊടുത്തിട്ട് പോകാമല്ലോ ഉച്ചയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഉച്ചക്കത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ അച്ചിങ്ങപ്പയറൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ജോലിയൊക്കെ എളുപ്പമാക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. നമുക്ക് തലേ ദിവസം എല്ലാം നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമുക്ക് എളുപ്പത്തിന് കറിയൊക്കെ ഉണ്ടാക്കി കഴിയും. ഞാനപ്പം അച്ചിങ്ങപ്പയർ നന്നാക്കി വെച്ചു, പിന്നെ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചു. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ അച്ചിങ്ങപ്പയർ തോരനൊക്കെ പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി കേട്ടോ. പിന്നെ വെള്ളമൊന്നും ഒഴിക്കാനുണ്ടോ കേട്ടോ അച്ചിങ്ങ ഞാൻ വേവിക്കാറുള്ളത്. പിന്നെ മക്കൾക്കായിട്ട് ഒരു മുട്ട ഒന്ന് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മുട്ട തോരൻ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് സവാളയും പിന്നെ കുറച്ച് തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ സവാളയും പച്ചമുളകും ഫസ്റ്റ് ഒന്ന് വഴറ്റാം കേട്ടോ. അതൊന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോഴേക്കും ഒരു പിടി തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചതിൽ ഒഴിക്കണ്ടേ. എന്നിട്ട് അതിൽ കുറച്ച് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാനുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. മുളക് പൊടിക്ക് പകരം നമുക്ക് കുരുമുളക് പൊടി ഇട്ടാലും ടേസ്റ്റാണ് കേട്ടോ. ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ടത്. അപ്പോൾ ഇതേ നമ്മുടെ മുട്ട ചിക്കിയതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മുട്ട ചിക്കിയത് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയ്ക്ക് ഇട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേ മുട്ട ചിക്കിയത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചാളയാണ് കേട്ടോ വറുക്കണത്. അപ്പോൾ മീനൊക്കെ ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെയാണ് മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം വെച്ചു. അതിനുശേഷം അതൊക്കെ ഫ്രൈ ചെയ്തെടുത്തട്ടോ. പിന്നെ ചാറ് കറി പോലെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് തൈര് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഞാൻ വിചാരിച്ചെങ്കിൽ തൈരൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് അടിക്കുമല്ലോ. അപ്പോൾ അതേപോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എനിക്ക് പച്ചമുളക് ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. ഞാൻ വറ്റൽമുളക് ഇട്ടാണ് കേട്ടോ തൈരടിച്ചത്. അപ്പോൾ എനിക്ക് തോന്നിയത് വറ്റൽമുളകിനേക്കാളും നല്ലത് പച്ചമുളക് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. വറ്റൽമുളക് ഇട്ടിട്ട് എരിവിനായിട്ടാണ് ഞാൻ ഇട്ടത്. പച്ചമുളക് തീർന്നത് കാരണം നമുക്കൊരു എരിവ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വറ്റൽമുളക് എടുത്ത് ഉപയോഗിച്ചത്. ഒരു വറ്റൽമുളക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പച്ചമുളക് തന്നെയാണ്. പച്ചമുളകും ഇഞ്ചിയും തന്നെയാണ് കേട്ടോ ടേസ്റ്റ് മോരൊക്കെ അടിക്കുന്ന സമയത്ത്, തൈരൊക്കെ അടിക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഒന്ന് ആ ഒരു ഒഴിച്ചുകൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ലഞ്ചിന് ഉണ്ടാക്കിയ കറികൾ ഇത്രയുള്ളൂ. മോരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അച്ചിങ്ങപ്പയറുണ്ടായിരുന്നു. പിന്നെ ചോറ് ഞാൻ രാവിലെ വെക്കും കേട്ടോ. രാവിലെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് പെട്ടെന്നാവും. അപ്പോൾ ചോറും റെഡി ആയിട്ടുണ്ട്. പിന്നെ മുട്ടത്തോരനും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാള വറുത്തതും റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ. ഞാൻ പിന്നെ വീട്ടിലല്ലേ പോകണത്, എൻ്റെ വീട്ടിലോട്ടല്ലേ പോകണത്. അപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ മക്കൾക്കാണ് മക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ദൂരമുണ്ട് വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അത്രയും നേരം വിശന്നിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കിയത്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ.